എല്ലാ തിരുവാതിര നക്ഷത്രക്കാർക്കും നമസ്കാരം. ജൂൺ 24 മുതൽ 30 വരെയുള്ള ഈ ആഴ്ച നിങ്ങൾക്കെങ്ങനെയായിരിക്കും? നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം, അല്ലേ? അപ്പോ ഈ വരുന്ന ആഴ്ചയുണ്ടല്ലോ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഒരേ സമയം കുറച്ചു വെല്ലുവിളികളും പിന്നെ കുറേ നല്ല അവസരങ്ങളും വരുന്നുണ്ട്. അപ്പോ ചോദ്യം ഇതാണ്, ഇതിനെയൊക്കെ നേരിടാൻ നിങ്ങൾ റെഡിയാണോ? ശരി, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ആഴ്ച മൊത്തത്തിൽ എങ്ങനെയായിരിക്കുമെന്നൊന്ന് നോക്കാം. ഈ ആഴ്ച ഒരു ബാലൻസിങ്ങിന്റെ ആഴ്ചയാണെന്ന് പറയാം. ചില നേട്ടങ്ങളൊക്കെയുണ്ട്, പക്ഷെ അതേസമയം നമ്മൾ സംസാരിക്കുമ്പോൾ വാക്കുകളൊന്ന് സൂക്ഷിക്കണം. ചിലപ്പോൾ അതൊരു തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയേക്കാം. പിന്നെ പണ്ടെപ്പോഴോ കഴിഞ്ഞുപോയ ചില പ്രശ്നങ്ങൾ വീണ്ടും പൊങ്ങിവരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ചില ചെറിയ യാത്രകൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ, പൊതുവായ കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇനി കുറച്ചുകൂടി പ്രധാനപ്പെട്ട, നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. അതായത് തൊഴിൽ, പിന്നെ പൈസയുടെ കാര്യം. ഈ ആഴ്ച അതെങ്ങനെയായിരിക്കും? സാമ്പത്തിക കാര്യത്തില് ഈ ആഴ്ചയ്ക്ക് രണ്ട് വശങ്ങളുണ്ട്. നല്ലൊരു വശം എന്താന്ന് വെച്ചാ, കുറേ നാളായി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കടങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനുള്ളൊരു നല്ല അവസരം മുന്നിൽ വരും. പക്ഷെ അതേസമയം ഒരു മുന്നറിയിപ്പുണ്ട്. പുതിയ പണമിടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്നുള്ള ചില ചിലവുകൾ വരാനും ഒരുപക്ഷെ നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇനി ജോലിയിലേക്ക് വന്നാൽ ഇത് ശരിക്കും ഒരു മുന്നേറ്റത്തിന്റെ ആഴ്ചയാണ്. നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് നല്ല അംഗീകാരവും ലഭിക്കും. പ്രത്യേകിച്ച് ഈ കലാപരമായോ സർഗാത്മകമായോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ആഴ്ച വിജയമുറപ്പാണ്. അപ്പോ ജോലിയുടെയും പണത്തിന്റെയും കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരാം. അതായത് കുടുംബവും ആരോഗ്യവും. ഈ ആഴ്ച ഈ രണ്ട് കാര്യങ്ങളിലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കുടുംബത്തിന്റെ കാര്യത്തില് ഈ ആഴ്ച കുറച്ചധികം ശ്രദ്ധ വേണം കേട്ടോ. വീട്ടിലൊരു സമാധാനാന്തരീക്ഷം നിലനിർത്താൻ നിങ്ങൾ കുറച്ചൊന്ന് എഫേർട്ട് എടുക്കേണ്ടി വരും. ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ കുറച്ചുകൂടി ശ്രദ്ധയോടെ ആവുന്നത് നല്ലതാണ്. ഇനി ആരോഗ്യത്തിന്റെ കാര്യം പറയാം. ചെറിയ ചെറിയ അസുഖങ്ങളൊന്നും അത്ര നിസ്സാരമായി കാണരുത്. ചിലപ്പോൾ തലവേദന അല്ലെങ്കിൽ കണ്ണിനെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ വരാം. മൊത്തത്തിൽ ഒരു ക്ഷീണം പോലെയും തോന്നിയേക്കാം. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ആഴ്ച നമ്മുടെ ഏറ്റവും വലിയൊരു ആയുധമെന്ന് പറയുന്നത് മുൻകരുതലുകളാണ്. ശരീരം നമുക്ക് തരുന്ന ചെറിയ സിഗ്നലുകൾ പോലും അത് അവഗണിക്കരുത്. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാം? ഈ ആഴ്ചയെ കുറച്ചുകൂടി പോസിറ്റീവാക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഈ ആഴ്ചയിൽ കുറച്ചുകൂടി പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒന്ന്, ഭഗവാൻ ശിവനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വിശക്കുന്ന ആർക്കെങ്കിലും, അതായത് ആവശ്യമുള്ളവർക്ക് ഭക്ഷണം നൽകുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഈ ആഴ്ച നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. പിന്നെ ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു ഭാഗ്യനിറമുണ്ട്. അത് ഇളം പച്ചയാണ്. അപ്പോ ഈ നിറം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ തരാൻ സഹായിച്ചേക്കാം. അപ്പോ ഈ ആഴ്ചയിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും, അതായത് ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഈ ഒരു അറിവ് വെച്ച് വേണം മുന്നോട്ടു പോകാൻ. ഓർക്കുക, അവസാനം ഈ ആഴ്ചയെ എങ്ങനെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്.